ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു നൈറ്റ് ടൈം കിച്ചൺ റൂട്ടീനാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ രാത്രി എന്തൊക്കെയാണ് കിച്ചണിൽ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ രാത്രി ഇതേ ആഹാരമെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് കിച്ചൺ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പാത്രങ്ങൾ കഴുകാനുള്ളതാണ് അവിടെ മുകളിൽ വെച്ചിരിക്കുന്നത്. അന്ന് സിങ്കിൽ ഇട്ടിട്ടില്ല, കാരണം ദേ ഇതുപോലെ എനിക്ക് വെള്ളം എടുക്കണം. ഇത് അരി തിളപ്പിച്ച് വെക്കാനാണ്. അപ്പം ഞാൻ ഇതുപോലെ തലേ ദിവസം തന്നെ അരി എടുത്ത് കഴുകി തിളപ്പിച്ച് റൈസ് കുക്കറിനകത്താക്കി വെക്കും. അപ്പം ഞങ്ങൾക്കിവിടെ ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ ചോറ് കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇതുപോലെ ഒരു മേഡിൻ്റെ ഇതിലാണ് ഞാൻ അരി ഇളക്കുന്നത്. അതിൽ തല വെട്ടിക്കളഞ്ഞിട്ട് ഇങ്ങനെ അരി എടുക്കും. അതാണ് ഞങ്ങളുടെ അളവ്. അപ്പോഴത്തേ ഗ്യാസ് കത്തിച്ചു, വെള്ളം നിറഞ്ഞപ്പോൾ ഗ്യാസ് കത്തിച്ചു. ഇനി വെള്ളം എടുത്ത് നമുക്ക് ഗ്യാസിൽ വെച്ച് കൊടുക്കാം. ഇതവിടെ ഇരുന്ന് തിളയ്ക്കുന്ന നേരം കൊണ്ട് ആദ്യം നമുക്ക് അരി കഴുകി വെക്കാം. അപ്പോൾ ആ ഒരു ജോലി തീരുമല്ലോ. അപ്പോൾ ദേ അരി നന്നായി കഴുകുന്നുണ്ട്. വെള്ളം നല്ല ക്ലിയർ ആവുന്നത് വരെ കഴുകും. അപ്പം ഞാൻ ഇതുപോലെ എല്ലാ ദിവസവും രാത്രി തന്നെ അരി തിളപ്പിച്ച് ഇതുപോലെ റൈസ് കുക്കറിനകത്ത് വയ്ക്കും. അപ്പം നമുക്ക് സമയവും ലാഭമാണ്, ഗ്യാസും ലാഭമാണ്. അപ്പം അത് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ പാത്രങ്ങൾ കഴുകാനുള്ളതെല്ലാം എച്ചിൽ വേസ്റ്റൊക്കെ ഉള്ളത് വേസ്റ്റ് ബിന്നിലോട്ട് ഇട്ടിട്ട് എല്ലാം കഴുകാൻ എടുത്തിട്ടാണ്. അപ്പോൾ ദേ രാത്രി ചപ്പാത്തിയും ദാൽക്കറിയായിരുന്നു. അപ്പോൾ ദാല് ഇത്രയും കുറച്ച് മിച്ചമുണ്ട്, അത് ഒരു പാത്രത്തിലാക്കി വെച്ചു. ബാക്കി പാത്രങ്ങളെല്ലാം ഒന്ന് തേച്ച് കഴുകി വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഞാൻ സോപ്പിട്ട് വയ്ക്കും. അതിനുശേഷം ഒരുമിച്ചാണ് കഴുകുന്നത്. പിന്നെ ഇത് ആഹാരം കഴിക്കുന്നതിന് മുമ്പുള്ള പാത്രങ്ങളൊന്നും ഇല്ല കേട്ടോ. അതെല്ലാം ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചായ ഇട്ട പാത്രം, ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചേക്കും. അത് തണുത്തതിന് ശേഷം പുറത്ത് ചെടിക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒഴിച്ചിട്ട് രാത്രി എടുത്തിട്ട് ബാക്കി വന്നതാണ്. അപ്പോൾ ദേ ഇതുപോലെ ഞാൻ സിങ്കിൻ്റെ സൈഡിൽ തന്നെ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. അതിലോട്ടാണ് കഴുകി കമത്തുന്നത്. അപ്പോൾ എൻ്റെ കിച്ചൺ തീരെ ചെറിയൊരു കിച്ചണാണ്. അപ്പോൾ അതിൽ എല്ലാം കൂടെ വെക്കാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയൊരു ഇതുണ്ട്. അവിടെ ഒരു ചെറിയ സ്ലാബ് ഉണ്ട് കേട്ടോ. അതിലൊരു ടവൽ വിരിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഞാൻ ഈ പാത്രങ്ങളെല്ലാം ഉണങ്ങാൻ കൊണ്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഇവിടെ എപ്പോഴും ഇങ്ങനെ കൂടി കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് തപ്പിയെടുക്കാനൊക്കെ പാടില്ല. അപ്പം ദേ അതുപോലെ ഞാൻ അപ്പുറത്ത് കൊണ്ട് വയ്ക്കുകയാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇത് നേരത്തെ കഴുകിയ പാത്രങ്ങളെല്ലാം കൊണ്ട് കമഴ്ത്തി വെച്ചിരിക്കുന്നതാണ്. അപ്പം അതിൻ്റെ കൂടെ നമുക്കിപ്പോൾ കഴുകിയതും കമഴ്ത്തി വയ്ക്കാം. ഇപ്പോൾ രാവിലെ ആകുമ്പോൾ എല്ലാം നന്നായിട്ട് ഉണങ്ങിയിരിക്കും. അപ്പം നമുക്കെടുത്ത് കബോർഡിൽ വെക്കാനും ആവശ്യത്തിന് ഉപയോഗിക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. പിന്നെ ഈ നീല ബാസ്ക്കറ്റ് ഉണ്ടോ, ഇത് കുട്ടീസിൻ്റെ ലഞ്ച് ബോക്സില്ലേ, അതൊക്കെ കഴുകി ഈ ബാസ്ക്കറ്റിനകത്താണ് വെക്കുന്നത്. അപ്പോൾ രാവിലെ നമുക്ക് എല്ലാം കൂടെ മറ്റേത് ഇച്ചിരി താമസിച്ച് പോയി അടുക്കി വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും കുട്ടികളുടെ പാത്രം പെട്ടെന്ന് എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതേ കുട്ടികളുടെ ലഞ്ച് ബാഗിൽ നിന്ന് ലഞ്ച് ബോക്സും എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം തുറന്ന് കഴുകാനിടാം. ഇത് ഇളയ ആൾക്ക് ഞാൻ നട്ട്സാണ് ഇന്ന് കൊടുത്തു വിട്ട 2 പേർക്കും. അതിലെ ഇളയ ആളുടെ നട്ട്സ് അതിൽ മിച്ചിരിപ്പുണ്ട് കേട്ടോ. അതാണ് ഞാനത് മാറ്റി വെച്ചത്. 2 എണ്ണയുള്ളൂ. അതാണ് ഇപ്പം തന്നെ ബാക്കിൽ കൂടെ മോള് വന്ന് അങ്ങനത്തെ വായി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേ അതെല്ലാം നമുക്കൊന്ന് വൃത്തിയായി തേച്ച് കഴുകി എടുക്കാം. ആദ്യം ഞാൻ ഈ സ്നാക്സ് കൊണ്ടുപോകുന്നതും വെള്ളം കൊണ്ടുപോകുന്ന ബോട്ടിലുമാണ് കഴുകുന്നത്. മറ്റേ ചോറ് കൊണ്ടുപോകുന്നതൊക്കെ കറിയുടെ ഇതൊക്കെ കാണുമല്ലോ, അത് പിന്നീടാണ് കഴുകുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. കഴുകി നമ്മൾ കൊണ്ടുവച്ചില്ലേ ബ്ലൂ ബാസ്ക്കറ്റ്, അതിൻ്റെ ഉള്ളിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ലഞ്ച് ബോക്സ് കഴുകാൻ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ എടുത്ത് എച്ചിൽ വല്ലതും ഉണ്ടെങ്കിൽ വെച്ച വല്ലതും ഉണ്ടെങ്കിൽ അത് വേസ്റ്റ് ബിന്നിലിടും. ഈ ഒരു പാത്രം എന്താണെന്നറിയുമ്പോൾ മോള് ഇന്നലെ പൊങ്കാലയുടെ പായസം ഉണ്ടല്ലോ, പ്രസാദം, അത് മോള് സ്കൂളിൽ ഫ്രണ്ട്സിന് കൊടുക്കാൻ കൊണ്ടുപോയി. അതിൻ്റെ പാത്രം കൂടെ ഉണ്ട്. അപ്പോൾ ഇതേ എല്ലാം എടുത്ത് വെച്ചു. ഇനി ഞാൻ ആദ്യമേ അങ്ങ് സോപ്പിടുകയല്ല ചെയ്യുന്നത്. ആദ്യം ഇതുപോലെ പാത്രം ഒന്ന് വെറുതെ വെള്ളത്തിലൊന്ന് കഴുകും. എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ സ്ക്രബിട്ട് സോപ്പ് തേച്ച് ഇടുന്നത്. അപ്പം നമുക്ക് കഴുകാനും എളുപ്പമായിരിക്കും. എച്ചിലുണ്ടല്ലോ, എച്ചിൽ അങ്ങനെ ഇരിക്കുന്നതിൽ നമ്മൾ ഈ സ്ക്രബ് ഇട്ടാൽ സ്ക്രബ് പെട്ടെന്ന് കേടാവുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ വെള്ളം തിളച്ചു. ആ സമയത്ത് നമുക്ക് അരി അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം എടുത്ത്
ചരുവത്തിൽ തന്നെ എടുത്തിട്ട് അത് മീതെ ഇങ്ങനെ വെച്ച് കൊടുക്കും. അതിലേക്ക് തന്നെ ഒഴിക്കാനാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ദേ ബാക്കി ജോലി ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാവും ജോലിയൊക്കെ. ഒന്ന് ഓർഗനൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്താൽ നമുക്കിതുപോലെ എളുപ്പത്തിലെല്ലാം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ടീച്ചറിൻ്റെ ലഞ്ച് ബോക്സും ഇതെല്ലാം കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തേണ്ട ഈ കവറുകളുണ്ടോ, ഈ കവറുകൾക്കകത്താണ് ഞാൻ മക്കളുടെ ലഞ്ച് ബോക്സൊക്കെ ഇട്ട് കൊടുത്ത് വിടുന്നത്. അപ്പോൾ ആ കവറുകളെടുത്ത് ഇതുപോലെ ഹാൻഡ് വാഷ് ഞാൻ കുറച്ച് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് എപ്പോഴും കിച്ചണിൽ വെച്ചേക്കും, കൈ കഴുകാനൊക്കെ എളുപ്പത്തിന്. അപ്പോൾ അതൊഴിച്ചാണ് ആ കവറുകൾ കഴുകുന്നത്. എന്നും കൊണ്ടുപോകുന്ന കവറുകൾ ഞാൻ ഇതുപോലെ കഴുകി പുറത്തിടും. അപ്പോൾ അതും കഴുകി. ഇനി നമുക്ക് കുട്ടീസിൻ്റെ ലഞ്ച് ബോക്സ് കഴുകിയത് ഇവിടെ കൊണ്ടുവച്ച് കൊടുക്കാം. അതിൽ നിന്ന് ആ പായസം കൊണ്ടുപോയ പാത്രം മാത്രം സെപ്പറേറ്റ് ഇപ്പുറത്തോട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്, കാരണം രാവിലെ എടുക്കുമ്പോൾ മാറിപ്പോകാതിരിക്കും. ഇനി ഈ കവറും കൂടെ വെളിയിൽ കൊണ്ടുപോയി ഒന്ന് ക്ലിപ്പിട്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചോറെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കാം. നാളത്തേക്ക് എനിക്ക് തോരൻ എന്ന് പറയുന്ന തോരനാണ് പ്ലാൻ ചെയ്യുന്നത്. അതെനിക്ക് കട്ട് ചെയ്യാൻ വലിയ പാടുള്ളതൊന്നുമല്ല, അതുകൊണ്ട് അത് കട്ട് ചെയ്യുന്നില്ല. പിന്നെ കൊഞ്ച് ഫ്രൈ ആണ്. അപ്പോൾ കൊഞ്ച് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് ഐസ് മാറാനായിട്ട്. അപ്പോൾ രാവിലെ ആകുമ്പോൾ അതും റെഡിയാവും. പിന്നെ ഇച്ചിരി മോര് കറിയും കൂടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല, ഇന്ന് പ്രിപ്പറേഷനൊന്നും ചെയ്യാനില്ല. ഇനി അടുത്തത് ഗ്യാസും സ്റ്റൗവും നമ്മുടെ പാചകവും എല്ലാം ഒന്ന് കഴുകി തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ തന്നെ വീട്ടിൽ തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ഒരു ലിക്വിഡാണ് ആ സ്പ്രേ ബോട്ടിൽ. അത് വെച്ചിട്ട് ഇതേപോലത്തെ ഒരു സ്പോഞ്ച് സ്ക്രബ് സെപ്പറേറ്റ് ഇങ്ങനെ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ കിച്ചണിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇതുപോലെ ആദ്യം ഈ സ്ക്രബ് വെച്ച് ആ സ്പ്രേ ചെയ്തതിന് ശേഷം ഈ സ്ക്രബ് വെച്ച് ഒന്ന് തേച്ച് കൊടുക്കാം. ഇത് ഗ്ലാസ് ടോപ്പും കൂടെ ആയതുകൊണ്ട് സ്റ്റീലിൻ്റെ സ്ക്രബൊന്നും ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ പോറൽ വീഴും. അതിപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ സ്റ്റൗ ആണെങ്കിലും നമ്മൾ സ്റ്റീൽ സ്ക്രബ് ഉപയോഗിച്ച് അതിലിങ്ങനെ പാടുകൾ വീഴും, മാർക്കുകളില്ലേ ഇങ്ങനെ വരയായിട്ട് അങ്ങനെ വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, വീഴുന്നത്. അപ്പോൾ അതൊരു വൃത്തികേടല്ലേ. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ അഴുക്ക് പെട്ടെന്ന് കയറും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ഒരു സ്പോഞ്ച് സ്ക്രബ് ഉപയോഗിച്ചാൽ മതി. ഇത് വെള്ളവും വിനാഗിരിയും സോപ്പും കൂടെ മിക്സ് ചെയ്ത ഒരു ലിക്വിഡാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എടുത്ത പാടെ തന്നെ കഴുകി അവിടെ വെച്ചിരിക്കുകയായിരുന്നേ. അപ്പോൾ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിങ്ങും വെച്ച് കൊടുത്തു. ഇത് വെള്ളം തിളപ്പിച്ചതാണ് കുടിക്കാനുള്ള. അപ്പോൾ അത് ഇതുപോലെ ഗ്യാസ് സ്റ്റൗവിലോട്ട് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗവും കൂടെ ഒന്ന് തുടച്ചു കൊടുക്കാം. അപ്പോൾ തുടയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആ ചുമരിൻ്റെ ഭാഗമില്ലേ ടൈല് വരുന്നത്, അതും കൂടെ തുടയ്ക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോഴേ തിരിച്ച് ആ സ്ഥലത്തോട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് അതെല്ലാം അതാത് സ്ഥലങ്ങളിൽ വെച്ച് കൊടുത്തു. അതിനുശേഷം ക്ലീൻ ചെയ്തു. പിന്നെ ആ ഇരിക്കുന്ന ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് ഈ കുഞ്ഞു കുഞ്ഞു ഗ്ലാസ്സിലൊക്കെ അടയ്ക്കുന്ന അടപ്പുകളില്ലേ, അതുപോലെ തന്നെ എന്തെങ്കിലും ഈ പൊട്ടുന്ന കപ്പോ പ്ലേറ്റോ വല്ലതും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും ആ ബാസ്ക്കറ്റിലാണ് വെക്കുന്നത്. പിന്നെ നമ്മുടെ സിങ്കും ഒന്ന് വൃത്തിയായി തേച്ച് കഴുകിയിടും. ഇത് എല്ലാ ദിവസവും ചെയ്യുന്നതാണ്. രാവിലെയും പാത്രം കഴുകി കഴിയുമ്പോൾ സിങ്ക് ജസ്റ്റ് ഒന്ന് തേച്ച് കഴുകി ഇടാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് ബിന്നിലിരുന്ന വേസ്റ്റ് എല്ലാം കൊണ്ട് ഡിസ്പോസ് ചെയ്യുന്നതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ബാസ്ക്കറ്റും നമുക്കൊന്ന് തേച്ച് കഴുകി വയ്ക്കാം. അപ്പോൾ അത് സെപ്പറേറ്റ് ഒരു ബ്രഷ് വെച്ചിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ഇടഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ അഴുക്കിരിക്കും, വേസ്റ്റ് വെക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ തുറക്കും അടയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ വേസ്റ്റൊക്കെ അതിനകത്ത് ഇടയിൽ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഫുഡിൻ്റെതല്ലേ, ഇരുന്ന് കേടാവണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരു ബ്രഷ് വെച്ച് അതും തേച്ച് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സിങ്ക് ഏരിയ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കഴുകി ഇറക്കിയാൽ മതി, ഒരുപാട് അഴുക്കൊന്നും കാണത്തില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്ക്രബൊക്കെ വൃത്തിയൊന്ന് തേച്ച് കഴുകി വെക്കാം. എല്ലാ ദിവസവും രാത്രി കിടക്കും മുമ്പ് സ്ക്രബ് വെള്ളത്തിലെങ്കിലും വെറുതെയെങ്കിലും ഒന്ന് കഴുകി വെക്കണം കേട്ടോ.
എന്നിട്ട് നമ്മൾ ഈ തുടച്ച ടവലുണ്ടല്ലോ അതും കുറച്ച് ഹാൻഡ് വാഷ് ചെയ്യുന്ന ഒഴിച്ച് വൃത്തിയാതെ കഴുകിയെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പാത്രം കഴുകി വെക്കുന്ന കൂടയില്ലേ, ആ കൂടെ ഒന്ന് നമുക്ക് ചരിച്ചു വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ രാവിലെ ആകുമ്പോഴത്തേക്ക് ആ കൂടയും ഒന്ന് ഈർപ്പമൊക്കെ തട്ടി നിന്നതൊക്കെ മാറിയിരിക്കും. അതുപോലെ തന്നെ ആ ബാസ്ക്കറ്റിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കമിഴ്ത്തി വയ്ക്കുമ്പോൾ അതും ഒന്ന് ഉണങ്ങിയിരിക്കും. ഇനി നമുക്കൊന്ന് തൂത്തുവാരി ഇടണം. അപ്പോൾ രാത്രി തൂത്തുവാരി ഇട്ടാലുള്ള ഗുണം എന്താണെന്നറിയാം, രാവിലെ എണീറ്റ് വരുമ്പോൾ നമുക്ക് കിച്ചൺ ക്ലീൻ ആയിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ജോലി ചെയ്യാനായിട്ട് ഒരു ഉത്സാഹമൊക്കെ ഉണ്ടാവും. അഴുക്ക് പിടിച്ച് കിടക്കുവാണെങ്കിൽ കേട്ടല്ലോ, ഫസ്റ്റ് നമ്മൾ കയറി വന്നോടനെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കും. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ പകുതി എനർജിയും പോവും, നമ്മുടെ ദേഷ്യവും വരും നമുക്ക്. അപ്പം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയാണ്. അതുകൊണ്ട് ഞാനൊന്ന് ക്ലീൻ ചെയ്ത് തൂത്തുവാരി ഇടുകയാണ്. ഇന്നിപ്പോൾ തറയിൽ വേറെ അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, അതുകൊണ്ട് തുടയ്ക്കുന്നില്ല. ഇപ്പം ആ കിച്ചണിൽ എന്തെങ്കിലും അഴുക്ക് വല്ലതും ഒട്ടിപ്പിടിച്ച് വല്ലതും കിടപ്പുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ മോപ്പെടുത്ത് ഒന്ന് വെറുതെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാറുണ്ട്. അപ്പോൾ അതേ നമ്മൾ തൂത്തിറക്കിയിട്ടുണ്ട്. ദേ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞു. പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി വെച്ചു, എല്ലാ സ്ഥലങ്ങളിൽ വെച്ചു. അപ്പം ഇനി രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ട് എല്ലാ ജോലിയും ചെയ്യാനൊരു ഇതുണ്ടാവും. അപ്പം ദേ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞു. നമ്മുടെ ഡ്യൂട്ടി ഡ്രസ്സ് ഊരി. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ എല്ലാ ദിവസത്തെയും നൈറ്റ് റൂട്ടീൻ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും മെജോറിറ്റിയും ഇങ്ങനെ തന്നെയാണ് രാത്രിയിലെ അടുക്കള ജോലികൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.